ഹായ് എവരി വൺ, വെൽക്കം ടു ഗോവ. ഭയങ്കര വൈബ്രൻ്റ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഹാപ്പനിങ് സിറ്റിയാണ് ഗോവ എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഡൗട്ടില്ല. ബാഗ ബീച്ചിലെ ഉറങ്ങാത്ത രാത്രികളും ടിറ്റോസ് ലൈനിലെ ലൈവ്ലി ആയിട്ടുള്ള നൈറ്റ് ലൈഫും ഗോവൻ ക്യൂസീൻ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതും അവിടുത്തെ ഫ്ലൂ മാർക്കറ്റുകൾ, അവിടുത്തെ ഒത്തിരി ഫോർട്ടുകൾ ആൻഡ് ഇപ്പോഴും ഇത് പോർച്ചുഗീസ് ആണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ജീവിതം, ഇതൊക്കെ എല്ലാവരുടെയും ഇത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ചെക്ക് ലിസ്റ്റിലുള്ള കാര്യങ്ങളായിരിക്കും. ആൻഡ് ഇഫ് യു വോണ്ട് ടു ടേക്ക് എ പോസ്, അതിനും ഉള്ള ഒരു ഓപ്ഷൻ ഗോവയിലുണ്ട്. സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച്, ഓൾഡ് ഗോവയിൽ മോണ്ടി സാൻറ്റോ ഹില്ലിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. മേ ബി ഈ കാണുന്നത് പഴയ ഒരു ബെൽ ടവർ ആയിരുന്നിരിക്കാം. ഇത് റൂയിൻഡ് ആയിട്ടുള്ള ഒരു ചർച്ചിൻ്റെ കോംപ്ലക്സ് ആണ് കേട്ടോ. ഇതിന് ചുറ്റും ഇപ്പോഴും ലൈവ്ലി ആയിട്ടുള്ള ചർച്ചസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ടുള്ള ചർച്ചസ് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഇത് റൂയിൻഡ് ആയിട്ടുള്ള ഒരു ചർച്ച് കോംപ്ലക്സിൻ്റെ അവശേഷിപ്പുകളാണ്. ഓക്കെ, ശാന്തത തേടി പോയ ഞങ്ങളെ സ്വീകരിച്ചത് അപാരമായ ശാന്തതയായിരുന്നു. പിൻ ഡ്രോപ്പ് സൈലൻസ് എന്നൊക്കെ പറയല്ലേ, അമ്മാതിരി സൈലൻസ് ആയിരുന്നു. ഇതിപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് സ്റ്റാഫുകളുണ്ട് ആൻഡ് വളരെ കുറച്ച് ടൂറിസ്റ്റുകൾ. അതർ സൈഡിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഒത്തിരി ബഹളവും ഒരുപാട് ആൾക്കാരുമാണെങ്കിൽ ഇവിടെ അപാരമായ നിശബ്ദതയും വളരെ കുറച്ച് ടൂറിസ്റ്റുകളും മാത്രം. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ആൾക്കാർക്ക് ഒരു പോസ് എടുക്കണം തോന്നണം ഈ ബഹളത്തിൽ നിന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ പഴയ ആർക്കിയോളജി ഒക്കെ കാണാൻ ആർക്കിടെക്ചറൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, അങ്ങനെയുള്ളവർ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ എന്ന് തോന്നുന്നു. ഓരോ ക്യാബിൻ നമ്മൾ കാണുന്നിടത്തും ഇവിടെ എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കോംപ്ലക്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചാൽ, നമ്മൾ ഈ ബെല്ല് കണ്ട ആ ഒരു ടവറും ആൻഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് വേറൊരു ഹോസ്റ്റൽ പോലെയൊക്കെ ഉള്ളൊരു ഒരു കോൺവെൻറ്റ് പോലെയൊക്കെ ഉള്ളൊരു ടവറിൻ്റെയും ബാക്കി ആണ് നമ്മൾ കാണുന്നത്. അവിടുത്തെ കന്യാസ്ത്രീകൾ താമസിച്ചിരുന്ന ഒരു കോൺവെൻറ്റാണ് ആ ലെഫ്റ്റ് സൈഡിൽ എന്നാണ് എന്നോട് അവിടുത്തെ ഏതോ ഒരു സ്റ്റാഫ് പറഞ്ഞത്. അവിടെ മേ ബി ഒന്നിലധികം നിലകൾ ഉണ്ടായിരിക്കണം എന്ന് തോന്നുന്നു, കാരണം ഒരുപാട് സ്റ്റെപ്പൊക്കെ മുകളിലോട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇതിൻ്റെ പ്രൗഢി നിറഞ്ഞ കാലത്ത് വളരെ മനോഹരമായ ഒരു കോംപ്ലക്സ് ആയിരിക്കണം. ഈ കല്ലുകളിലൊക്കെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് നമുക്ക് വായിക്കാൻ പറ്റില്ല, വേറെ ഏതോ ഒരു ലാംഗ്വേജ് ആണെന്ന് തോന്നുന്നു. ചരിത്രകാരന്മാർക്ക് ഒത്തിരി പഠിക്കാനുള്ള ഒരു സ്ഥലം ഡെഫിനറ്റ്ലി ആണെന്ന് തോന്നുന്നു ഈ ഒരു ചർച്ച് ഓഫ് സെൻറ്റ് അഗസ്റ്റിൻ. അപ്പോൾ നിങ്ങൾ ഗോവയിൽ വരുമ്പോൾ കുറച്ച് ശാന്തത കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റായിട്ട് ഇവിടെ വന്നോളൂ. ഭയങ്കര മനോഹരമാണ് കേട്ടോ. നമുക്ക് ചിലപ്പോൾ തോന്നും ഇവിടെ വെച്ചൊരു മൂവിയുടെ സോങ്ങൊക്കെ എടുത്താൽ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടും എന്ന് തോന്നും. ഒരു റൊമാൻറ്റിക് സോങ്ങൊക്കെ എടുത്താൽ ഭയങ്കര രസമായിരിക്കും. അത്രയ്ക്ക് ശാന്തതയും അത്രയ്ക്ക് ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ മധ്യത്തായിട്ട് ഒരു കുഞ്ഞു കുളം പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. അന്ന് എനിക്കറിയില്ല അവിടുത്തെ പണ്ട് ഇത് കുളമായിരുന്നു എന്നൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് കാണുമ്പോൾ ഇപ്പോൾ അതൊരു കുഞ്ഞു കുളം അല്ലെങ്കിൽ ഒരു കിണർ ഒക്കെ പോലെ നമുക്ക് തോന്നും. ചെങ്കല്ലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, പക്ഷേ ഒത്തിരി സ്ഥലത്ത് നമുക്ക് കരിങ്കല്ലും കാണാൻ പറ്റും. ഭയങ്കരമായ ഒരു സൂപ്പർ സ്ഥലം, അത്രേ പറയാനുള്ളൂ. ഭയങ്കരമായ ശാന്തതയുള്ള ഒരു സ്ഥലം. ഇവിടുത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരും കൂടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രമാത്രം ചുറ്റി കാണില്ലായിരുന്നു, കാരണം നമുക്ക് പെട്ടെന്ന് പോയാലോ എന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് ശാന്തതയുള്ള ഒരു സ്ഥലമാണ് ഗോവയിൽ ഇങ്ങനെ ശാന്തതയുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇതെല്ലാം ചുറ്റി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ വന്നവരൊക്കെ സൈഡായി ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ശാന്തതയോട് ബൈ ബൈ പറഞ്ഞ് നമ്മുടെ ഗോവയിലെ വീണ്ടും തിരക്കുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ടാറ്റാ, ടേക്ക് കെയർ, ബൈ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഗോവയിൽ വരുമ്പോൾ ചർച്ച് ഓഫ് സെൻറ്റ് അഗസ്റ്റിൻ കാണാൻ മറക്കരുത്. ബൈ.